എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ബ്ലോക്ക് ബസ്റ്റർ തെലുങ്ക് ചിത്രമായ ലക്കി ഭാസ്കറിന് ശേഷം കുഞ്ഞിക്ക നായകവേഷത്തിലെത്തുന്ന ചിത്രമാണല്ലോ കാന്ത. സെൽവമണി സെൽവരാജ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ ചിത്രത്തിന് വേണ്ടി പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം റിലീസിന് തയ്യാറെടുക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ചിത്രത്തിന്റെ റിലീസ് തീയതിയും ഏകദേശം കൺഫേം ആയിട്ടുണ്ട്. ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രേക്ഷക സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉടൻ തന്നെ 40,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. എല്ലാ പ്രേക്ഷകരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. DQവിന്റെ നിർമ്മാണ കമ്പനിയും റാണ രഘുപതിയുടെ ഉടമസ്ഥയിലുള്ള സ്പിരിറ്റ് മീഡിയയും ചേർന്നാണ് ഈ ഒരു അന്യഭാഷാ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ദ ഹണ്ട് ഫോർ വീരപ്പൻ എന്ന നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി സീരീസ് ഒരുക്കി ശ്രദ്ധ നേടിയ സെൽവമണി സെൽവരാജാണ് കാന്ത സിനിമയുടെ സംവിധായകൻ. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ റിലീസ് അപ്ഡേറ്റുകൾ സജീവമാകുമ്പോൾ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വരുന്ന ആഗസ്റ്റ് 1 കാന്ത എന്ന സിനിമ തിയേറ്ററുകളിൽ എത്തുക എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഏകദേശം അത് കൺഫേം ആയ കാര്യം തന്നെയാണ്. മലയാളികളെയും ഇന്ത്യൻ സിനിമാ പ്രേമികളെയും ഒന്നടങ്കം വിസ്മയിപ്പിച്ച ബ്രഹ്മയുഗത്തിന് ശേഷം വീണ്ടും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നു എന്ന പ്രത്യേകത കൂടി കാന്ത എന്ന സിനിമ പ്രേക്ഷകരിലേക്ക് നൽകുന്നതാണ്. വരുന്ന ആഗസ്റ്റ് 1 പ്രത്യേകിച്ച് വൻപൻ സിനിമകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മികച്ചൊരു റിലീസാണ് കാന്തക്ക് ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസം ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ മികച്ചൊരു അഭിപ്രായം ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചാൽ ചിത്രത്തിന് മികച്ചൊരു കളക്ഷൻ നേടാൻ സാധിക്കുമെന്ന് ഉറപ്പാണ്. വരുന്ന ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആരൊക്കെയാണ് കുഞ്ഞിക്കയുടെ കാന്ത എന്ന സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഉറപ്പിക്കുന്നു. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.